തങ്ങളുടെ ദുഷ്ടതയ്ക്കും വക്രതയ്ക്കുമെതിരെ നിലകൊണ്ടതിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുള്ള ജനങ്ങളിൽ നിന്നാണ് ദൈവം കേട്ട നിലവിളി. ഈ മുറവിളി കഷ്ടപ്പാടിൻ്റെ നിലവിളി മാത്രമല്ല, നീതിനിഷ്ഠമായ രോഷത്തിൻ്റെയും തിന്മയ്ക്കെതിരായ എതിർപ്പിൻ്റെയും നിലവിളിയാണ്. ഈ വിവരണം ബൈബിൾ വിവരണത്തിന് ആഴത്തിൽ മറ്റൊരു പാളി ചേർക്കുന്നു. രക്തസാക്ഷിത്വത്തിൻ്റെ മുഖത്തുപോലും സൊദോമക്കാരുടെ ദുഷ്ടതയ്ക്കെതിരെ നിലകൊണ്ടവരുടെ ധീരതയും നീതിയും ഉയർത്തിക്കാട്ടുന്നു. ഹാബേലിൻ്റെ നീതിയുള്ള രക്തം ദൈവത്തോട് നിലവിളിച്ചതുപോലെയാണ് സൊദോമിൻ്റെയും ഗൊമോറയുടെയും പശ്ചാത്തലത്തിൽ ദൈവം കേട്ട നിലവിളി. സൊദോമക്കാരുടെ ദുഷ്ടതയ്ക്കെതിരെ നിലകൊണ്ടതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട നീതിമാന്മാരായ ജനങ്ങളുടെ കൂട്ട നിലവിളിയായും കാണാനാകും. നീതിമാന്മാരുടെ നിലവിളി കേൾക്കുകയും അവരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുകയും ചെയ്യുന്ന ദൈവം എന്ന ബൈബിൾ വിഷയത്തെ ഈ സമാന്തരം ഉയർത്തിക്കാട്ടുന്നു. അതേസമയം തിന്മയ്ക്കും ദുഷ്ടതയ്ക്കും എതിരെ നിലകൊള്ളുന്നതിൻ്റെ പ്രാധാന്യം പീഡനത്തിൻ്റെ മുഖത്ത് പോലും ഊന്നിപ്പറയുന്നു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ തിന്മയ്ക്കെതിരായ നമ്മുടെ നീതിപൂർവമായ നിലപാട് പീഡനത്തിൻ്റെ മുഖത്ത് പോലും ദൈവം കേൾക്കുന്നു. ദൈവം ആത്യന്തികമായി നീതിമാന്മാരുടെ രക്തത്തിനും പ്രതികാരം ചെയ്യുകയും കഷ്ടത അനുഭവിക്കുന്നവർക്ക് നീതി നൽകുകയും ചെയ്യുന്നു.